മനുഷ്യപരിണാമത്തിന്റെ തെളിവുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് 6000 വർഷങ്ങൾക്ക് മുന്നേ നാട്ടിയ ഒരു പാറയും കൂടെ 900 വർഷങ്ങൾക്ക് മുന്നേ പണിത ഒരു പള്ളിയും. ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽ ഒന്നായ ആംഗ്ലിക്കൻ വംശജരാൽ നിർമ്മിതമായ ഒരു പള്ളി കൂടെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടങ്ങളിൽ ഒന്നായിട്ട് അടയാളപ്പെടുത്തുന്ന ബ്രോൺസ് ഏജിൽ നിർമ്മിതമായ ഒരു കല്ലും. 900 വർഷങ്ങൾക്ക് മുന്നേ ഈ പള്ളി ഇവിടം സ്ഥാപിതമാകുമ്പോൾ 6000 വർഷങ്ങൾക്ക് മുകളിൽ വരുന്ന ചരിത്രവും മോദിക്കൊണ്ട് തന്നെ ഒരു അത്ഭുത പാറയും ചരിത്രത്തിന്റെ ഭാഗമായി. പള്ളിയുടെ ചുറ്റും കാണുന്ന സെമിത്തേരിയിൽ അന്തിയുറങ്ങുന്നവരിൽ 2ാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ടവരെയും ലോകത്തെ പിടിച്ചുകുലുക്കിയ പ്ലേഗ് മരണങ്ങളിൽ നിന്നുള്ളവരുടെയും ശവക്കല്ലറകൾ നമുക്ക് കാണാം. ബ്രിട്ടനിൽ നിലവിലുള്ളതിൽ ഏറ്റവും പഴക്കമേറിയതും ഉയരം കൂടിയതുമായ ഈ ഒരു കല്ലിനു ചുറ്റും നിഗൂഢതകളുടെ ഒരു വലിയ കൂമ്പാരം തന്നെയുണ്ട്. ഗ്രിഡ് സ്റ്റോൺ എന്ന ഘടനയിൽ ഉൾപ്പെടുന്ന ഈ കല്ല് ഈ ഒരു സമീപ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ ഇല്ല എന്നിരിക്കെ ഇങ്ങനെ ഒരു കല്ല് എങ്ങനെ ഇവിടെ വന്നു? അന്നത്തെ മനുഷ്യർ എന്തുകൊണ്ടായിരിക്കും അതിനെ ഇങ്ങനെ നടുനിവർത്തി നിർത്തിയത്? തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങളുടെ ഉത്തരം ഇന്നും കാറ്റിലാണ്. ചില പൗർണമി ദിനങ്ങളിൽ ഈ കല്ലിൽ നിന്നും പ്രത്യേക പ്രകാശം പുറപ്പെടുന്നത് കണ്ടതായിട്ടും ഈ കല്ല് ഭൂമിയെയും മറ്റേതൊക്കെയോ ഗ്രഹങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബിന്ദുവാണെന്നും തുടങ്ങി ഒട്ടനവധി കഥകൾ ഗ്രാമവാസികൾക്കിടയിലുണ്ട്. 900 വർഷങ്ങൾക്ക് മുന്നേ ഇതിന് സമീപം ഓൾ സയൻസ് ചർച്ച് എന്ന പേരിൽ ആംഗ്ലിക്കൻ വംശജർ ചർച്ച് സ്ഥാപിക്കുമ്പോൾ പുരാതന നോർമൻ ശൈലിയിലായിരുന്നു ഈ പള്ളിയുടെ പണി കഴിപ്പിച്ചിരുന്നത്. വാസ്തുവിദ്യയുടെയും ഗോത്തിക് ഡീറ്റെയിലുകളുടെയും ഒരു കമനീയ ശേഖരം തന്നെ നമുക്കിവിടെ കാണാം. 1056 രാജാധികാര രേഖയിൽ പോലും ഉൾപ്പെട്ട പള്ളിയായിരുന്നു ഇത്. പള്ളിയുടെ ചുമരുകൾ വിക്ടോറിയൻ കാലഘട്ടങ്ങളെയും അടയാളപ്പെടുത്തുന്നത് നമുക്ക് കാണാം. സുഖദുഃഖ സന്തോഷ പ്രാർത്ഥനകളിൽ ആതിഥ്യം വഹിച്ചിരുന്ന ഈ പള്ളിയിൽ നിൽക്കുമ്പോൾ ഗ്രാമവാസികളുടെ വിശ്വാസം എന്നോണം ഒരു പ്രത്യേക എനർജി എനിക്കറിയാൻ കഴിഞ്ഞു. പള്ളിയോട് ചേർന്നുള്ള ശവക്കല്ലറകളും മൊണാലിഥുമെല്ലാം പല നൂറ്റാണ്ട് പിന്നിലേക്ക് നമ്മെ ചിന്തിപ്പിക്കുന്നു. കാലം കടന്നുപോകും, കൂടെ മനുഷ്യരും. എന്നാൽ തെളിവുകളും ചരിത്രങ്ങളും വീണ്ടും ഉറക്കെ സംസാരിക്കുക തന്നെ ചെയ്യും. വീണ്ടും കാണാം.